ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കൂടി ഒന്ന് ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ലിഡിലൊക്കെ കയറി ഒരു ലൈസൊക്കെ മേടിച്ചു. അപ്പോൾ ചുമ്മാ ഇങ്ങനെ നടക്കാം. ഇവിടെ കുറേ പക്ഷികളും, കുഴപ്പമില്ല, നമുക്ക് നടക്കാം. കുറേ പക്ഷികളും കോഴി ഫാം, കുതിര ഫാം ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ഇടവഴി കൂടി ഇങ്ങനെ കയറി. ഇങ്ങോട്ടുള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ കയറിയതാണ്. ഇവിടെ ഒരു പാടമൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കൃഷിയൊന്നും നടക്കുന്നില്ല, പക്ഷേ കുറേ എന്തൊക്കെയോ പക്ഷികളൊക്കെ കാണുന്നുണ്ട് വെള്ള കളറിൽ. ഈ വഴി കൂടുതൽ ആൾക്കാർ ഓടാനും നടക്കാനും ഒക്കെയുള്ള വഴിയാണ്. കുറച്ചൊരു ഹോഴ്സിനെ കൊണ്ടൊക്കെ പോകുന്നുണ്ട്, കുതിരയെ കൊണ്ടൊക്കെ, അങ്ങനെയുള്ളൊരു വഴിയാണ്. ഞങ്ങൾ നടന്ന ഒരു പാടത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ നട്ടിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയ എന്തോ ഒരു ഇതാണ്, അധികം പൊക്കമൊന്നും വെച്ചിട്ടില്ല. കോളിഫ്ലവർ അല്ല, വേറെ എന്തോ ആണ്. ഇവിടെ ഒരു ചെറിയൊരു മൈതാനമുണ്ട്. പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്, പക്ഷെ ഇപ്പം ഒന്നും കാണുന്നില്ല. അങ്ങനെ അറ്റന്ന് കുറച്ച് ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. എല്ലാവരും ഈ സമയത്ത് നടക്കാൻ ഇറങ്ങും. നല്ല കാലാവസ്ഥയായതുകൊണ്ട് എല്ലാവരും നടക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. ആയിരുന്നു തോന്നുന്നു, പണ്ട് കോളിഫ്ലവർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ പക്ഷെ അങ്ങനെ കൃഷികളൊന്നും എനിക്ക് കാണാനില്ല. ആയി വരുന്നേ ഉണ്ടാവില്ല, ഇപ്പൊ തണുപ്പൊക്കെ മാറിയതുള്ളൂ. പക്ഷെ ഇപ്പുറ സൈഡ് ഇവിടെ കാണാനുണ്ട്. ഇപ്പൊ മരത്തിന്റെ അപ്പുറങ്ങൾ കുറെ സ്ഥലത്ത് എന്തൊക്കെയോ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഇവര് എന്തൊക്കെയോ കൃഷികളുണ്ട് കേട്ടോ. മൊത്തം അങ്ങ് വരെ കാണാൻ പറ്റും. ഇവിടെ ഒരു സാധനം ഞങ്ങൾ വന്നപ്പോൾ കണ്ടാണ്, എന്തോ ഒരു സാധനം തൂക്കിയിട്ടുണ്ട് മരത്തേല്. പിള്ളേര് കളിക്കുന്ന എന്തോ സെറ്റപ്പാണ്. അതുകൊണ്ട് അവിടെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ട്. പട്ടികളൊക്കെ കുറയ്ക്കുന്നുണ്ട്. ഒത്തിരി പേര് പട്ടികളൊക്കെ ആയിട്ട് നടക്കാനൊക്കെ ഒരു പോകുന്നുണ്ട്. സൈക്ലിങ് എല്ലാം ഈ വഴിയിലുണ്ട്. കൂടുതലായിട്ടൊന്നും കാണാനില്ലെങ്കിലും ഭയങ്കര ഒരു പീസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് നല്ല കൂളായിട്ട് ഇങ്ങനെ നടക്കാൻ വേണം. കാറ്റുണ്ട്. പിന്നെ കുറേ പക്ഷികളുടെ കരച്ചിൽ കേൾക്കാം. അങ്ങനെ നല്ലൊരു വൈബുണ്ട് ഇവിടെ. ഭയങ്കര സമാധാനത്തോടെ നമുക്ക് നടക്കാൻ പറ്റും. അതിൻ്റെ ഇടയിലൊരു പക്ഷിയുണ്ട്. ഇവിടെ എന്തോ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ കുറേ പക്ഷികളുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ നടന്ന് ആ നേരത്തെ കണ്ട പാടം തന്നെയാണ്, പക്ഷെ ഇത് ഒരുപാട് ഏക്കർ കണക്കിന് പാടം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങോട്ടേ ഞങ്ങൾ ഈ സൈഡ് മൊത്തം ഇതുപോലെ പാടങ്ങളാണ് കാണുന്നത്. ഇവിടെ ഒരു വലിയ ടവർ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തോ നട്ടിട്ടുണ്ട്, എന്താ സാധനം നമുക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു കുളം കാണുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര അഴുക്കായിട്ട് കിടക്കുകയാണ്. അപ്പുറ സൈഡ്, ഈ നമ്മൾ നടക്കുന്നതിൻ്റെ അപ്പുറ സൈഡ് കുറേ വീടുകൾ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറ സൈഡ് റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു വണ്ടികളും ഒക്കെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ പോയി നോക്കാം നമുക്കെന്നല്ലേ. ഇതിൽ പോയ റോഡിലെത്തുമെന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. മറ്റേ റോഡ് എങ്ങോട്ടേക്കാണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. അത് കുറേ ദൂരമുണ്ട്. ഇതിലെ പോയി റോഡിലെത്താൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങൾ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങിയതാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങാറുണ്ട്. ഇവിടെ എല്ലാ വീട്ടിലും, ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും തന്നെ മേളിൽ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ വീടുകൾ കാണാൻ. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ സൂപ്പറായിട്ട് പാട്ടൊക്കെ പാട്ടാണ് പോണേ. പാട്ട് നിർത്തി വീഡിയോ പാട്ട് നിർത്തി. ഞങ്ങൾ നടന്ന് എവിടെ എത്തി. ഇനി മാപ്പ് നോക്കി തിരിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. എവിടെ എത്തിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. റോഡ് എത്തുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പോകുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കാം. വീടിൻ്റെ ഫ്രണ്ടില് ഒരു ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര്. അതെങ്ങനെ സെറ്റ് ചെയ്യുന്ന മനസ്സിലായി. അത് തണുപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഫിഷിങ്ങിനല്ല, അവരുടെ സ്വന്തം ഫിഷിംഗ്
എങ്ങനെ പറ്റുമെന്ന് അറിയില്ല. സ്വന്തമാണെന്ന് തോന്നുന്നു അടുത്ത വീട്ടുകാരുടെ. ഞങ്ങൾ നടന്നു ഒരു റൗണ്ട് ബോട്ടിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിക്ക് പൂക്കളൊക്കെ അവിടെ ബസ് വണ്ടികളൊക്കെ അതിലെ പോയി നോക്കും. ഇതിലെ പോയാൽ അങ്ങോട്ടേക്കല്ല, നമുക്ക് അങ്ങോട്ടേക്കല്ലേ പോകണ്ടേ? ഇങ്ങോട്ടേക്കല്ലേ? പറഞ്ഞിടത്ത് മെയിൻ റോഡ് കണ്ടു. ഈ കാണുന്നതിൻ്റെ അപ്പുറം മെയിൻ റോഡാണ്. അപ്പം ആ മെയിൻ റോഡിൽ കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പുറകിൽ കൂടെ ഉള്ള ഒരു ഇടവഴി കൂടി പോയി നോക്കിയാണ്. നമുക്ക് ഈ റൂട്ട് തന്നെയാണ് പോകേണ്ടത്. ഇറങ്ങിയല്ലോ, നമ്മൾ ഈ സ്ഥലത്തൊന്നും ഇതുവരെ വന്നിട്ടില്ല. ചുമ്മാ സ്ഥലങ്ങളും കാണാലോ. മെയിൻ റോഡിൽ കൂടെ എപ്പോഴും പോകുന്നതാണ്. വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡും വഴിയൊക്കെയാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ വെയിൽ വരുന്നത് ഇപ്പോഴത്തെ സമയത്ത് ഏകദേശം ഒരു 4 മണിക്ക് ശേഷമാണ് വെയിൽ വരുന്നത്. 4 മണി തൊട്ട് 8 മണി വരെ നല്ല വെയിലാണിപ്പോൾ. രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെ മൂടലും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് സൂര്യൻ ശരിക്കും ഒരു പകുതിക്കെങ്കിലും ഒക്കെ എത്തുന്നത്. അപ്പോഴാണ് അത്യാവശ്യം വെയിൽ കിട്ടുന്നത്. ആ സമയം നടക്കാൻ എൻ്റെ അമ്മമ്മ സൈക്കിളിൽ ചോട്ടി പോകുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും പുറത്തുകൂടി, അതായത് മെയിൻ റോഡിൽ കൂടിയൊക്കെ പോകുമ്പം ഇതിനുള്ളിൽ ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. പക്ഷേ ഇതിനുള്ളിലേക്ക് കയറുമ്പോഴാണ് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പാർട്ട്മെൻറ്റ്സ് തീരെ കുറവാണ്. നമ്മളൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ്സാണ് കൂടുതലും, 4 നില വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാം അവരുടെ സ്വന്തം വീടുകളാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നടക്കുമ്പോൾ. വീടുകൾ കാണാനും അവരുടെ ഗാർഡൻ കാണാനും ഒക്കെ നല്ല രസമുണ്ട്. പക്ഷെ എവിടെ എത്തിയെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റാന്ന് തോന്നുന്നു. ഇവിടെ അടുത്തടുത്താണ് വീടുകളെല്ലാം. പക്ഷെ ഇവിടെ ഫുള്ള് എന്തോ വെച്ച് മറച്ചിരിക്കുകയാണ്. ചെടികൾ കാട് പോലെയായി. അവിടെ ഒരു റോഡ് കാണുന്നുണ്ട്. ഞങ്ങളിന്ന് കുറേ നടന്ന് പിന്നെ മെയിൻ റോഡിലെത്തി. എങ്ങനെയായാലും ഒരു 500 മീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. എന്തായാലും മെയിൻ റോഡിലെത്തി. കുറേ നടന്നു കഴിച്ചു. ഒരു ബസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ അതിൽ പോകുന്ന ബസ്സാണ്. നമ്മുടെ 10-11 നമ്പർ ട്രിപ്പിൾ ബസ്. ഞങ്ങൾ പിന്നെയും തിരിച്ച് ആദ്യമേ ഇവിടെ ഞങ്ങൾ ലിഡിലേക്ക് കയറിയിട്ടാണ് പൈസയൊക്കെ മേടിച്ചിട്ടാണ് നടക്കാറുള്ളത്. പിന്നെ അവിടെ തന്നെ തിരിച്ചെത്തി കഴിച്ചു. ഫുള്ള് സൈഡിൽ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഈസ്റ്ററാണ്. ഇന്നും പിന്നെ തിങ്കളാഴ്ച, ഇനി 3 ഇന്നും കൂടെ ഉള്ളൂ. നാളെ കഴിഞ്ഞും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് നല്ല അടവാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെല്ലാം. ഇനിയിപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച മാത്രമേ കടകൾ തുറക്കുള്ളൂ. ഇവിടെ തിങ്കളാഴ്ചയും അവിടെ അടവാണ്, ഈസ്റ്റർ ആയതുകൊണ്ട്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഭയങ്കര ഇവിടുത്തെ കടകളെല്ലാം അടവായിരിക്കും. അവിടെ പുറത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഇത് പണ്ട് നമ്മുടെ റെയിൽവേ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. ഇത് ഈ വർഷം ആദ്യം ജനുവരി 1-ന് അടച്ചു. വേറെ എന്തോ പരിപാടി കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഇവിടെയൊക്കെ ഫുള്ള് പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം എല്ലാം മൊത്തം അടച്ച് വണ്ടികളൊന്നും കിടക്കാത്ത രീതിയിലാക്കിയിട്ട് അവർ വലിയ രീതിയിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഞങ്ങൾ നടന്ന് എത്താനായി. ഇനി ഒരു 100 മീറ്റർ കൂടെ ഉള്ളൂ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് എല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് ഇപ്പോൾ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.